നമസ്കാരം. ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ്. ഗർഭകാലത്ത് ഗർഭിണികൾക്ക് ഒത്തിരി സ്കാനിങ്ങുകൾ ആവശ്യമായിട്ട് വരാറുണ്ട്. അപ്പൊ പലർക്കും ഉള്ള സംശയമാണ്, ഈ സ്കാനിങ്ങുകളൊക്കെ ശരിക്കും ആവശ്യമുള്ളതാണോ? പണ്ടത്തെ കാലത്ത് ഈ സ്കാനിങ് ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ പുതിയതായിട്ട് ചെക്കപ്പിനൊക്കെ പോകുമ്പോഴത്തേനും സ്കാനിങ്ങുകൾ ചെയ്യാൻ പറയുന്നു. പിന്നെ ഉള്ളൊരു സംശയമാണ്, ഇത് സേഫ് ആയിട്ടുള്ളതാണോ? ഒന്ന് മാറി സ്കാൻ ചെയ്യുമ്പോഴത്തേനും അമ്മയ്ക്കോ കുഞ്ഞിനോ എന്തെങ്കിലും ഈ സ്കാനിങ് മൂലം പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ടോ? പിന്നെ ഉള്ളൊരു കോമൺ ആയിട്ടുള്ള സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതൊരു ഭയങ്കര വേദനയുള്ള പ്രൊസീജിയർ ആണോ? ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണോ ഈ സ്കാനിങ് എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും നമുക്ക് സ്കാനിങ്ങുകൾ എന്ന് പറയുന്നത് ഗർഭകാലത്ത് കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതിയും മറ്റു വൈകല്യങ്ങളും ഒക്കെ നോക്കാനായിട്ട് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ടൂൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പണ്ടത്തെ കാലത്ത് സ്കാനിങ്ങുകളൊന്നും അധികം ചെയ്തിരുന്നില്ല, കാരണം അന്ന് ഇത്രയൊന്നും ടെക്നോളജി ഒന്നും ഡെവലപ്പ് ആയിരുന്നില്ല. ഇപ്പോഴാണ് നമുക്ക് വളരെ ഏർലി പ്രഗ്നൻസിയിൽ തന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ സ്കാനിങ് വഴി കണ്ടുപിടിക്കാനും അതിൻ്റെതായ ചികിത്സ ചെയ്യാനും എല്ലാം സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗർഭകാലത്തുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ കുറയ്ക്കാനും ഒത്തിരി നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് സ്കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ സ്കാനിങ് തീർച്ചയായിട്ടും ഗർഭകാലത്ത് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിന് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ള കാര്യം തന്നെ, പക്ഷെ ഇത് സേഫ് ആണോ? ഇതുകൊണ്ട് അമ്മയ്ക്കോ കുഞ്ഞിനോ എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ടോ? കുഞ്ഞിന് ദോഷമാണോ ഈ സ്കാനിങ് ചെയ്യുന്നത് എന്നൊക്കെ പലർക്കും ഉള്ള ഒരു സംശയമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റേ CT സ്കാനിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേഷന്റെ ഒരു പ്രശ്നമുണ്ട്. അത് ഗർഭാവസ്ഥയിൽ ഒട്ടും കുഞ്ഞിന്റെ ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ നമ്മൾ അൾട്രാസോണോഗ്രാം അല്ലെങ്കിൽ സ്കാനിങ്, നമ്മൾ പ്രഗ്നൻസിയിൽ ചെയ്യുന്ന സ്കാനിങ് എല്ലാം അൾട്രാസൗണ്ട് ആണ് യൂഷ്വലി. ഈ അൾട്രാസൗണ്ട് എന്ന് പറയുന്നത് സൗണ്ട് വേവ്സ് തന്നെയാണ്. അപ്പൊ അതുമൂലം ഇപ്പോ ഒന്ന് റിപ്പീറ്റഡ് ആയിട്ട് ശരിക്കും അടുത്ത ഒരു തവണ നോക്കിയിട്ട് കാണുന്നില്ല, റിപ്പീറ്റഡ് ആയിട്ട് ചിലപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ചിലപ്പോൾ ഒന്നുകൂടെ തന്നെ സ്കാൻ ചെയ്യേണ്ടി വരാം. അപ്പൊ അതുകൊണ്ടൊന്നും ഒരിക്കലും കുഞ്ഞിനൊരു ദോഷം ഉണ്ടാവുകയില്ല. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഉള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള ഹെൽപ്പ് മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഈ സ്കാനിങ് ചെയ്യുള്ളൂ. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി സേഫ് ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഭയങ്കരമായിട്ട് ഈ വേദന പോലെ ഉള്ള പ്രൊസീജിയർ ആണോ എന്നുള്ളതാണ്. യൂഷ്വലി നമുക്ക് ഗർഭകാലത്തുള്ള സ്കാനിങ് എന്ന് പറയുന്നത് വയറിന് മേളിൽ കൂടെ തന്നെ ചെയ്യുന്ന സ്കാനിങ് ആണ്. വയറിന് മേളിൽ കൂടി ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുമ്പോഴത്തേനും ഒരു അൾട്രാസൗണ്ട് ജെൽ എന്ന് പറഞ്ഞ് വയറിൽ അപ്ലൈ ചെയ്യും. അതിന്റെ മേളിൽ ഒരു ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞ ഒരു മെഷീൻ വെക്കും. അത് കംപ്ലീറ്റ്ലി വേദനരഹിതമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ വളരെ അപൂർവമായിട്ട് വളരെ ഏർലി പ്രഗ്നൻസി അല്ലെങ്കിൽ ആദ്യത്തെ 3 മാസത്തിനകത്ത് ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ വയറിന് മീതെ കൂടെയുള്ള സ്കാനിങ് ചിലപ്പം പറ്റത്തില്ല. ഒത്തിരി തടിയുള്ള ഗർഭിണികളാണെങ്കിൽ ചിലപ്പോൾ വയറിന് മേളിൽ കൂടെയുള്ളത് സ്കാനിങ്ങിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റണമെന്നില്ല. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ട്രാൻസ് വജൈനൽ സ്കാനിങ്. വജൈനയ്ക്കുള്ളിൽ കൂടി ഒരു വളരെ തിന്നായിട്ടുള്ള വളരെ നേർത്ത ഒരു ട്രാൻസ്ഡ്യൂസർ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ട്രാൻസ് വജൈനൽ സ്കാനിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് ചെറുതായിട്ടൊരു ഡിസ്കംഫർട്ട് ഉണ്ടാവും എന്നുള്ളതല്ലാതെ അതുപോലും ഒരു വേദനയുള്ള കാര്യം ഒരിക്കലും അല്ല. പിന്നെ പലർക്കും ഉള്ള ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഉള്ളിൽ കൂടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അലസിപ്പോവാൻ സാധ്യതയുണ്ടോ? ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏർലി സൈൻസ്, ഈ അബോർഷനായി പോകുന്നതിന്റെ ഏർലി സൈൻസ് കണ്ടുപിടിക്കാനും, അതായത് ഉള്ളിലുള്ള ചെറിയ ബ്ലീഡിംഗ് ഒക്കെ കണ്ടുപിടിക്കാനും അതിനെ പ്രിവെന്റ് ചെയ്യാനും നമുക്ക് തടയാനായിട്ടുള്ള മെഡിസിൻ കൊടുക്കാനും ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്കാനിങ്. സ്കാനിങ് ചെയ്തതുകൊണ്ട് ഒരിക്കലും മിസ്കാരേജ് അഥവാ അബോർഷൻ സംഭവിക്കുന്നില്ല. അപ്പൊ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നമുക്ക് ഏതെല്ലാം തരത്തില് സ്കാനിങ്ങുകളുണ്ട് ഒരു ഗർഭകാലത്ത്? ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി, അതായത് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, പ്രമേഹമില്ല, BP-യുടെ പ്രശ്നമില്ല, കുഞ്ഞിന് വളർച്ചക്കുറവ്, അങ്ങനെ യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത ഒരു ഗർഭിണിക്ക് നമുക്ക് എത്ര സ്കാനിങ് വേണ്ടി വരും എന്നുള്ളത് നോക്കാം. ആദ്യത്തെ സ്കാനിങ് എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ 6 ആഴ്ച മുതൽ 8 ആഴ്ചയ്ക്ക് അകത്താണ് യൂഷ്വലി ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ സ്കാനിങ് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് യൂട്രസിനകത്ത് തന്നെയാണോ ഗർഭം ഇരിക്കുന്നത്?
കാരണം നമ്മൾ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രഗ്നൻസി ഉണ്ട്, ബോഡിയിൽ എവിടെയോ ഗർഭം ഉണ്ട് എന്നുള്ളത് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ യൂട്രസിന് അകത്ത് തന്നെയാണ് ഈ പ്രഗ്നൻസി ഇരിക്കുന്നത്, നോർമലി വളർന്നുകൊണ്ടിരിക്കുന്നത് യൂട്രസിനകത്താണ് എന്നുള്ള കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു അൾട്രാസൗണ്ടിന്റെ സഹായം ഇല്ലാതെ സാധിക്കില്ല. കാരണം വളരെ അപൂർവമായിട്ട് ട്യൂബിലുള്ള ഗർഭം, അതുപോലെ അണ്ടാശയങ്ങളിലുള്ള ഗർഭം എല്ലാം കണ്ടുവരുന്നുണ്ട്. നമ്മൾ പൊതുവെ എക്ടോപിക് പ്രഗ്നൻസി എന്ന് നമ്മൾ പറയും. അപ്പോൾ അതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഗതികളാണ്. അപ്പം അതൊന്നും ഇല്ലാതെ യൂട്രസിന് അകത്ത് തന്നെയാണ് ഗർഭം എന്നുള്ളത് കണ്ടുപിടിക്കാനും, ഇരട്ട കുട്ടികളാണോ അല്ലാതെ വേറെ എന്തെങ്കിലും വളർച്ചയിൽ വ്യത്യാസം വരുന്നുണ്ടോ, വളർച്ച കറക്റ്റായിട്ട് തന്നെ നമ്മൾ പീരീഡ്സ് ആയ ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ വളർച്ച കറക്റ്റായിട്ട് തന്നെ ആണോ എന്നൊക്കെ ഉള്ളത് കണ്ടുപിടിക്കാനാണ് മെയിനായിട്ട് നമ്മൾ ആദ്യത്തെ സ്കാനിങ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ വളർച്ച കറക്റ്റായിട്ട് നോക്കി മാസം എപ്പോഴായിരിക്കും മാസം തികയുന്നത്, അല്ലെങ്കിൽ പ്രസവ തീയതി എന്നായിരിക്കും എന്നൊക്കെ ഉള്ളത് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു സ്കാനിങ് ആണ് ഈ 6 ആഴ്ച മുതൽ 8 ആഴ്ച വരെ ചെയ്യുന്ന ആദ്യത്തെ സ്കാനിങ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് അതിനെ ഡേറ്റിംഗ് സ്കാൻ എന്ന് പറയുന്നത്. അതായത് പ്രസവ തീയതി നമ്മൾ ഡേറ്റ് ചെയ്യുന്നു. കാരണം ചിലപ്പോൾ പീരീഡ്സ് വെച്ച് നോക്കുമ്പോഴത്തേനും ചിലപ്പോൾ അത്ര വളർച്ച ഉണ്ടാവില്ല, അല്ലെങ്കിൽ വളർച്ചയെക്കാട്ടി കൂടുതലായിരിക്കും കുഞ്ഞിന്. ശരിക്കും പീരീഡ്സിന്റെ ഡേറ്റ് വെച്ചല്ല നമ്മൾ പ്രസവ തീയതി പറയുന്നത്. കുഞ്ഞിന്റെ വളർച്ച ഈ ഡേറ്റിംഗ് സ്കാനിൽ എത്ര കാണുന്നു എന്നുള്ളത് ആശ്രയിച്ചിരിക്കും അവരുടെ EDC എന്ന് പറയുന്നത്, എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ്, അതായത് ഡെലിവറി ഡേറ്റ്. ഏകദേശം വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ ആ ഡേറ്റ് വരെ പ്രഗ്നൻസി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് ആദ്യത്തെ സ്കാനിങ്. പിന്നെ വരുന്നതാണ് രണ്ടാമത്തെ സ്കാനിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്കാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ NT സ്കാൻ എന്ന് പറയും. NT എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയർ ഫോൾഡ് തിക്നെസ് ആണ്. കാരണം ഈ സ്കാനിങ് മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രോമസോം പ്രശ്നങ്ങൾ, ട്രൈസോമി 21, ഡൗൺ സിൻഡ്രോം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ഇത് ഉപയോഗപ്പെടുത്തുന്നത്. അതിനകത്ത് 2 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ ന്യൂക്ലിയർ ഫോൾഡ് തിക്നെസ് നോക്കും, NT എന്ന് നമ്മൾ പറയും. അതുപോലെ നേസൽ ബോൺ, മൂക്കിലുള്ള ബോൺ വളരുന്നത് നോർമൽ ആയിട്ടാണോ, അത് പ്രസന്റ് ആണോ അല്ലയോ, ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ 3-ാം മാസത്തിലെ സ്കാനിങ്ങിൽ ചെയ്യുന്നത്, കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ കുഞ്ഞിന് ക്രോമസോമൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഉള്ള സാധ്യത, അതുപോലെ തന്നെ ഫർദർ കുറച്ചുകൂടെ ഹയർ ആയിട്ടുള്ള ടെസ്റ്റുകളും ഒക്കെ വേണ്ടി വരാം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സ്കാൻ വെച്ച് നോക്കുമ്പോൾ ആ ഒരു 3 മാസത്തെ വളർച്ച കൈവന്നിട്ടുണ്ടോ, അല്ല വളർച്ചയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, ഉള്ളിൽ എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ടോ, അബോർഷൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ, ഇതൊക്കെയും നമ്മൾ 3-ാം മാസത്തെ സ്കാനിങ്ങിലാണ് മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന സ്കാനിങ് ആണ് 5-ാം മാസത്തിലെ സ്കാനിങ്. 5-ാം മാസത്തിലെ സ്കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനോമലി സ്കാനിങ് എന്ന് പറയും. അനോമലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വൈകല്യം എന്നുള്ളതാണ്. അപ്പം ഈ അനോമലി സ്കാനിങ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 20 ആഴ്ച അടുപ്പിച്ചായിരിക്കും പൊതുവെ ചെയ്യിക്കുന്നത്. 20 ആഴ്ചയിൽ നമ്മൾ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇത് വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അത് സ്കാനിങ് ചെയ്യുന്ന ഡോക്ടർ ഹെഡ് ടു ഫുഡ് നോക്കും. തല മുതൽ വിരലിന്റെ അറ്റം വരെ, കാലിലെ വിരലിന്റെ അറ്റം വരെ എന്തെങ്കിലും വൈകല്യങ്ങളായിട്ട് കാണുന്നുണ്ടോ എന്നുള്ളത്. ഇത് ഈ സമയത്ത് എന്തിനാ ചെയ്യിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിന്റെ അവയവങ്ങളെല്ലാം ഫോം ചെയ്തു വരുന്നത്, ഓർഗനോജെനിസിസ് നമ്മൾ പറയും. ആ പീരീഡ് ആണ് ഈ 20 ആഴ്ച എന്ന് പറയുന്നത്. അപ്പൊ ഈ 20 ആഴ്ചയിലെ ഈ അവയവങ്ങളെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിലും ഈ സമയത്താണ് കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത. അപ്പം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്കാനിങ് വേണമെങ്കിൽ ഈ സ്കാനിങ്ങിന് പറയാം. കാരണം തലച്ചോറിന്റെ വളർച്ചക്കുറവ് മുതൽ കയ്യിലെ ഫിംഗേഴ്സ് ചിലപ്പോൾ ഒരെണ്ണം കാണില്ല, അല്ലെങ്കിൽ കാലിലെ അസ്ഥിക്ക് നീളം കുറവ്, അപ്പൊ ഇങ്ങനെയുള്ള പല വൈകല്യങ്ങളും, ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം യൂഷ്വലി നമ്മൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന സ്കാനിങ് ആണ് ഈ 5-ാം മാസത്തിലെ അനോമലി സ്കാനിങ് എന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ പ്രാധാന്യം. പിന്നെ അടുത്ത സ്കാനിങ് എന്ന് പറയുന്നത് 4-ാമത്തെ സ്കാനിങ്. 4-ാമത്തെ സ്കാനിങ് നമ്മൾ യൂഷ്വലി ഡേറ്റ് അടുപ്പിച്ചുള്ള, അതായത് നമ്മൾ പ്രസവ തീയതി ഏകദേശം അടുപ്പിച്ചുള്ള ഒരു ഡേറ്റിനാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അത് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഗ്രോത്ത് സ്കാൻ എന്നാണ് പറയുന്നത്. അതായത് കുഞ്ഞിന്റെ വളർച്ച പൂർത്തിയായിട്ടുണ്ടോ, ഈ ഉദ്ദേശിക്കുന്ന പോലെ മാസം തികഞ്ഞ കുഞ്ഞിനെ പോലെയാണോ എന്നുള്ളതൊക്കെ നോക്കാനാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഗ്രോത്ത് സ്കാനിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നോക്കുന്ന വേറെ ചില കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളത്തിന്റെ അളവ് നോർമൽ ആണോ, കുഞ്ഞിന്റെ വളർച്ച പോലെ തന്നെ കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളവും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് നോക്കുന്നത്, അതുപോലെ തന്നെ മറുപിള്ളയുടെ പൊസിഷൻ നോക്കുന്നത്, ഇതെല്ലാം നമ്മൾ ഈ ഗ്രോത്ത് സ്കാനിങ്ങിലാണ്. അപ്പോൾ വേറെ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത ഒരു ഗർഭിണിക്ക് മിനിമം
ഈ 4 സ്കാനിങ്ങുകൾ ആവശ്യമായിട്ട് വരും. കാരണം ഇത് ബേസിക് ആയിട്ടുള്ള നമുക്ക് വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനാണെങ്കിലും വളർച്ച നോക്കാനാണെങ്കിലും വേറെ കോംപ്ലിക്കേഷൻ ഇല്ലാതെ ഉറപ്പിക്കാനാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട 4 സ്കാനിങ്ങുകളാണ് ഇത്. ഇത് വേറെ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത ഒരു ഗർഭിണിയുടെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ വളരെ റയറായിട്ട് എക്സ്ട്രാ നമുക്ക് സ്കാനിങ്ങുകൾ വേണ്ടി വരാം. ഉദാഹരണത്തിന് ഇപ്പം ആദ്യത്തെ 6 ആഴ്ചയിൽ സ്കാനിങ് ചെയ്തു, ആ സമയത്ത് കുഞ്ഞിന്റെ ഹൃദയത്തുടിപ്പ് കാണുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നോർമൽ ആയിട്ടുള്ള വളർച്ച പീരീഡിന്റെ ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ നോർമൽ ആയിട്ടുള്ള വളർച്ചയില്ല, കുഞ്ഞിന് ഹൃദയത്തുടിപ്പ് വന്നിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഒരു ഫോളോ അപ്പ് പോലെ ഒരു സ്കാനിങ് കൂടി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെ ചിലപ്പോൾ ഒരു എക്സ്ട്രാ സ്കാനിങ് വേണ്ടി വരും. അതുപോലെ തന്നെ ഈ 5ാം മാസത്തിലെ സ്കാനിങ് ചെയ്യുമ്പോൾ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് സംശയം വരുന്നു. അപ്പോൾ നമ്മൾ കൺഫർമേറ്ററി ആയിട്ട് ഫീറ്റൽ എക്കോ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യും. അത് 22 മുതൽ 24 ആഴ്ചക്കകത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത് എക്സ്ട്രാ ആയിട്ടുള്ള ടെസ്റ്റാണ്. ഇത് എല്ലാവർക്കും ആവശ്യം വരില്ല. ഈ പറയുന്ന പോലെ 5ാം മാസത്തിലെ സ്കാനിങ് ചെയ്യുമ്പോൾ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നം കാണുന്നു ഒന്നുണ്ടെങ്കിൽ ചെയ്യും. അതുപോലെ തന്നെ ഒത്തിരി പ്രായമായിട്ട് ഗർഭിണിയാവുന്നവർ, അതായത് 35 അല്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഗർഭിണിയാവുന്നവർക്ക് കുഞ്ഞുങ്ങൾക്ക് ഹാർട്ടിന് പ്രശ്നങ്ങളൊക്കെ വരാനൊരു സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ ഫീറ്റൽ എക്കോ ചെയ്യിക്കാറുണ്ട്. അതുപോലെ തന്നെ അമ്മ ഒരു പ്രമേഹ രോഗിയാണ്, ഓൾറെഡി പ്രമേഹം ഉള്ള ഒരാള് പ്രഗ്നന്റ് ആവുന്നു. അപ്പൊ അങ്ങനെയുള്ളവരുടെ കുഞ്ഞുങ്ങൾക്കും ഇതുപോലെ ഹാർട്ടിന് തകരാറുകളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അവർക്ക് നമുക്ക് ഇതുപോലെ ഫീറ്റൽ എക്കോ വേണ്ടി വരാം. അപ്പൊ ഇങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ പൊതുവെ ഫീറ്റൽ എക്കോ എന്ന് പറയുന്ന എക്സ്ട്രാ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ 2 രീതിയിലല്ലാതെ വളരെ അപൂർവമായിട്ട് നമുക്ക് MRI ചെയ്യേണ്ടി വരാറുണ്ട്. MRI യൂഷ്വലി നമ്മൾ ഗർഭിണികൾക്ക് ചെയ്യുന്നതല്ല, പക്ഷെ വളരെ അപൂർവമായിട്ടുള്ള ഒരു സംഗതിയുണ്ട്, പ്ലസന്റ അക്രീറ്റ എന്ന് പറയുന്നത്. പ്ലസന്റ അക്രീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറുപിള്ള യൂട്രസിനോട് ചേർന്ന് ഒട്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ചിലപ്പോൾ MRI സ്കാനിങ് വേണ്ടി വന്നേക്കാം. കാരണം യൂട്രസിലോട്ട് വളരെ ചേർന്നാണ് ഇരിക്കുന്നത്. നമ്മൾ സിസേറിയനെ അവർക്ക് പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ യൂട്രസോടെ നീക്കം ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കാനായിട്ട് വളരെ അപൂർവമായിട്ട് MRI സ്കാനിങ്ങും നമുക്ക് പൊതുവെ റയർ കേസിൽ വേണ്ടി വരാറുണ്ട്. അത് ഈ പറയുന്ന പോലെ പ്ലസന്റ അക്രീറ്റ, പ്ലസന്റ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതെന്ന് സംശയമുള്ള കേസിൽ മാത്രമേ നമുക്ക് ആവശ്യം വരാറുള്ളൂ. പിന്നെ ഈ സ്കാനിങ്ങുകളെല്ലാം അമ്മയുടെ കോംപ്ലിക്കേഷൻസ്, അതായത് അമ്മയ്ക്ക് ചിലപ്പോൾ പ്രഷർ കൂടുകയാണെങ്കിൽ കുഞ്ഞിന് വളർച്ച കുറവ് വരാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യാനും നമ്മൾ എടുക്കാറുണ്ട്, സ്കാനിങ് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞിന് വളർച്ചക്കുറവുള്ള കേസുകളിൽ നമ്മൾ ഡോപ്ലർ എന്ന് പറയുന്ന എക്സ്ട്രാ ടെസ്റ്റ് ചെയ്യിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ MRI, ഫീറ്റൽ എക്കോ പോലെ ഡോപ്ലർ എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ്. ഡോപ്ലർ ചെയ്യിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും വളർച്ച കുറവുള്ള കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉള്ള അമ്മമാരുടെ കുഞ്ഞുങ്ങൾ, അതായത് BP ഒത്തിരി കൂടുതലാണ്, അപ്പൊ അങ്ങനെയുള്ളവർക്ക് വളർച്ചക്കുറവ് വരാനായിട്ടൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രമേഹ രോഗികളായിട്ടുള്ള അമ്മമാര്, അവർ പ്രഗ്നന്റ് ആകുമ്പോൾ അവർക്കും വളർച്ചക്കുറവ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ചിലപ്പോൾ നമുക്ക് ഡേറ്റ് എടുക്കുമ്പോൾ വളർച്ചക്കുറവ് തോന്നുന്നുണ്ടെങ്കിലൊക്കെ ഡോപ്ലർ എന്ന് പറയുന്ന എക്സ്ട്രാ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഡോപ്ലർ എന്ന് പറയുന്നത് നമുക്ക് സ്കാനിങ്ങിന്റെ കൂടെ തന്നെ ചെയ്യുന്നതാണ്. കുഞ്ഞിലേക്കുള്ള രക്തയോട്ടം നോർമൽ ആണോ അല്ലയോ എന്നൊക്കെ തീരുമാനിച്ച് പ്രസവം എങ്ങനെ പ്ലാൻ ചെയ്യും എന്നുള്ളത് ഈ ഡോപ്ലറിന്റെ റിസൾട്ട് ആയിരിക്കും ആശ്രയിച്ചിരിക്കും. ഇതൊക്കെയാണ് പൊതുവെ സ്കാനിങ് നമ്മൾ പ്രഗ്നൻസിയിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ബേസിക് ആയിട്ടുള്ള സ്കാനിങ്ങുകൾ ശരിക്കും പറഞ്ഞാൽ ഏതൊരു ഗർഭിണിക്കും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഗതി തന്നെയാണ്. കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ കണ്ടുപിടിക്കാനും, അതായത് ചിലപ്പോൾ സ്കാനിങ്ങിലെ രക്തയോട്ടത്തിന് ചെറിയ വ്യത്യാസം ഒക്കെ ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് പ്രഷർ ഭാവിയിൽ വരുന്നതിന് ചെറിയ വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ അതിന്റെ സിമ്പലായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇതുവഴി കണ്ടുപിടിച്ച് പല കോംപ്ലിക്കേഷൻസും തടയാനും, അതുപോലെ തന്നെ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് പ്രസവം നടത്തി അമ്മയും കുഞ്ഞിനെയും സേഫ് ആക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് സ്കാനിങ് എന്ന് പറയുന്നത്. അപ്പൊ സ്കാനിങ്ങിനോട് ആർക്കും വിരോധം തോന്നേണ്ട കാര്യമില്ല. അത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വളരെ അത്യാവശ്യവുമാണ്. കാരണം പല വൈകല്യങ്ങളും നമുക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യൂട്രസിനകത്ത് തന്നെ വെച്ച് ചികിത്സിക്കാനുള്ള ഫെസിലിറ്റി ഇപ്പോൾ ഉണ്ട്. അപ്പൊ എത്ര നേരത്തെ കണ്ടുപിടിക്കുന്നോ അത്രയും നല്ലത്. അപ്പോൾ അതാണ് നമുക്ക് സ്കാനിങ്ങിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഗർഭകാലത്ത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യാം. പിന്നെ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ
നന്ദി.